ഇടതുപക്ഷത്തെ പറഞ്ഞ മോശം കൊണ്ട് ഞാൻ അരുവാറ്റിന്റെ കടത്തിൽ ഇന്നുവരെ വോട്ട് ചെയ്തു. ഈ നിമിഷം വരെ അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്തു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശർക്കര കിട്ടുന്നുണ്ട്, വേറെ ഒന്നും കിട്ടുന്നില്ല. ആ ശർക്കര കിട്ടുന്നുണ്ട ഉരുട്ടി 2 കിലോ അരി തന്നെങ്കിൽ മതിയായിരുന്നു. ഞങ്ങള് വേല എടുത്താൽ ഞങ്ങൾക്ക് തിന്നാൻ. നമസ്കാരം. നമ്മളിപ്പോൾ VS അച്യുതാനന്ദൻ്റെ, അതായത് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായിട്ടൊരു മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ നാട്ടിലാണുള്ളത്. ശോഭാ സുരേന്ദ്രൻ ഇവിടുന്ന് NDA സ്ഥാനാർത്ഥിയായിട്ട് ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ്റെ വീടിന് തൊട്ടടുത്തുള്ളൊരു ചായക്കടയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി വന്നാൽ അത് ആരായിരിക്കും എന്ന ചോദ്യവുമായിട്ട് ഇപ്പോൾ ചായക്കട കയറിയതാണ്. അപ്പോൾ ഇവിടുത്തെ കുറേ വെറൈറ്റി ആയിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളുമാണ് ഇവിടുന്ന് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമ്മൾ വനിതാ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിക്കാനാണ് കയറിയതെങ്കിലും ഇവിടെ നമ്മുടെ ഒരു അമ്മാമ്മ, ഇവിടെ ഒരു അമ്മാമ്മയാണ് നമുക്കിപ്പോൾ നമ്മുടെ പിണറായി ഭരണത്തിനെ കുറിച്ചിട്ടുള്ള ആ അമ്മാമ്മയുടെ അടിപൊളി വിശദീകരണവും അമ്മാമ്മയുടെ ഒരു അഭിപ്രായമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആർക്കാണ് പ്രതീക്ഷ നിങ്ങൾക്ക് കൊടുക്കുന്നത്? വേണുഗോപാൽ. കേസി എന്തുകൊണ്ട് കേസി? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇടതുപക്ഷത്തെ പറഞ്ഞ മോശം കൊണ്ട്. ഇടതുപക്ഷത്തിന് പറഞ്ഞ മോശം വേറെ ഉണ്ടല്ലോ. കരിമണ്ണൽ കടത്തുന്ന ഞങ്ങൾ കടപ്പുറത്താണ് താമസിക്കുന്നത്. കടപ്പുറത്ത് കടലിൽ കയറി വരികയെ കരിമണ്ണലിൽ തോട്ടപ്പള്ളി നിന്ന് കരിമണ്ണലിൽ കൊണ്ടുപോയി. ഈ കേസിക്കെതിരെ ഇപ്പോൾ ഒരു ആരോപണം വന്നിട്ടുണ്ട്. ഈ കേസിക്കെതിരെ കരിമണലിൽ ഒരു ആരോപണം വന്നിട്ടുണ്ട്. ഇപ്പൊ ഭരിക്കുന്നത് കേരളത്തിൽ ഭരിക്കുന്നത് ഇടതുപക്ഷമല്ലേ? അതെ. അവരനുവാദം കൊടുത്തില്ല എടുക്കുക. പേപ്പർ കമ്പനിയല്ലേ ഉള്ളൂ വീണയ്ക്ക്. അല്ല, അനുവാദം കൊടുത്ത പേപ്പർ കമ്പനിക്ക് എന്തിനാണ് പിന്നെ കരിമണൽ? അപ്പൊ അതെന്തിനാ കമ്മീഷൻ വാങ്ങിച്ചത്? ഇതൊക്കെ ജനങ്ങളെ പേപ്പറിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഞങ്ങൾ കാണുകയാണ്. ഞാൻ അരുവാറ്റിന്റെ കടത്തിൽ ഇന്നുവരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഈ നിമിഷം വരെ അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാരനാണ്. പാർട്ടി മെമ്പറായിരുന്നു. ചെയ്തില്ല, ഇനി ചെയ്യില്ല. അത്ര വെറുത്തുപോയി. ഇപ്രാവശ്യം ചെയ്തില്ല. അത്ര വെറുത്തുപോയി. അതുപോലെ സ്വർണ്ണം കടത്തും കരിമണലും എല്ലാം കൂടെ കിഴക്കുവശമുള്ള ആൾക്കാരെ രക്ഷിക്കാനെന്ന് പറഞ്ഞ് കരിമണൽ കടത്തുന്നു. കടലിൽ കയറി പോകുന്നു, കൊണ്ടുവന്ന് കല്ലിടും. വല്ല പ്രയോജനമുണ്ട്? ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടും കേൾക്കുന്നുണ്ടോ? ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അവർ കാശിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി വർഗ പ്രസ്ഥാനം പറഞ്ഞിട്ട് ചെയ്യേ എന്താ കാര്യം? മുമ്പത്തെ തൊഴിലാളി വർഗ പ്രസ്ഥാനമാണ് ഇപ്പോഴത്തെ. അല്ല, തൊഴിലാളി വർഗത്തിന്റെ പരിപ്പൂടേം ചായയൊക്കെ മാറി. അതൊക്കെ മാറി. വിദേശി വഴിയും മട്ടൻ ചാപ്സും കട്ടൻ ചായ കുടിച്ച് പോലീസിനെ പേടിച്ചിരുന്ന സമയം മാറി. ഇപ്പൊ കോടാനുകൂടി ഉണ്ട് എല്ലാവർക്കും. കോടാനുകൂടി ആർക്കുണ്ട്? അവർക്കുണ്ട്, നമുക്കില്ലല്ലോ. നമുക്ക് ഇപ്പോഴും കണ്ടില്ലേ ഞങ്ങള് കട്ടപ്പടി വെയിലത്ത് കിടന്ന് പന്തലടി. ഇനി ചെയ്യില്ല. ഇപ്രാവശ്യം ഭരണത്തിനെതിരെയുള്ള നല്ല രീതിയിൽ ഭരിക്കുമ്പോ പിന്നെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യും. പാർട്ടിയോടല്ല വിരോധം, പിണറായി വിജയനോടാണ്. പിണറായി വിജയനോടല്ല, ചെയ്യുവനോടാണ്. ഒരു വ്യക്തിയോടല്ല വിരോധം, ചെയ്യുവന പ്രവൃത്തിയോടാണ് വിരോധം. പ്രവർത്തനങ്ങളോടാണ്. പ്രസ്ഥാനത്തോട് കൂറാ, പ്രസ്ഥാനത്തിനോട് കൂറാ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കൂറാ. കമ്മ്യൂണിസം എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. കമ്മ്യൂണിസം ചങ്ക് തന്നെയാണ്. പ്രവർത്തനം മോശം. എല്ലാരും അവനവനിഷ്ടമായി പോയി. അത് തന്നെ കമ്മ്യൂണിസ്റ്റിന് വോട്ടില്ല. എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. ഒന്നും പറ്റാത്ത എന്താണ് പറ? എന്നത് പറ്റാനാണ് മകനെ. ഞാൻ ചോദിക്കട്ടെ പൊന്നുമകളെ, വേല എടുത്താൽ ഞങ്ങൾക്ക് ജീവിക്കാം. അല്ലാണ്ട് ഞങ്ങൾ ആർക്കൂടെ ചെന്ന് ചോദിക്കാനോ? 83 ഉണ്ട്. ഇപ്പഴും വേല എടുക്കണം. അമ്മക്ക് പെൻഷൻ ഇല്ലേ? അപ്പൊ നമുക്ക് പെൻഷൻ കിട്ടിയിട്ട് 50 രൂപ വെച്ച് എന്നത് ചെയ്യും. അവിടെ ഒരു ചായ കുടിക്കാൻ മുറുക്കാൻ വേണം ഞങ്ങൾക്ക് 100 രൂപക്ക്. 100 രൂപക്ക് വെച്ച മുറുക്കാൻ വേണം. 50 രൂപ പോലും ഇല്ലല്ലോ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ മീൻ പണിക്ക് മീൻ കച്ചവടം. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒന്നും കിട്ടുന്നില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശർക്കര കിട്ടുന്നുണ്ട്, വേറെ ഒന്നും കിട്ടുന്നില്ല. മാറുമാനം ശർക്കര വർത്താനാണോ? എന്തെങ്കിലുമൊക്കെ പറയുമ്പോ മൂത്തേ സത്യം പറയും. ആ ശർക്കര കിട്ടുന്നുണ്ട ഉരുട്ടി കിട്ടുന്നുണ്ട്. ഇതുപോലെ തന്നെ അവിടെ ചെല്ലണം. ചെന്നില്ല ശരിയാകുകയില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഈ പ്രായം വരെ നടന്ന് വേലെടുത്ത് ശർക്കരക്കകത്തുനിന്ന് വല്ലതും കിട്ടുമെങ്കിൽ ഞങ്ങൾ ഈ പാടുപെടുന്ന 2 കിലോ അരി തന്നെങ്കിൽ മതിയായിരുന്നു. 2 കിലോ അരി തന്നെങ്കിൽ മതിയായിരുന്നു ഞങ്ങൾക്ക്. അതൊന്നുമില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ വേല എടുത്താൽ ഞങ്ങൾക്ക് തിന്നാൻ. ഇതുപോലുള്ള തള്ളമാര് വേലെടുക്കുന്ന കാശ് ഉൾപ്പെടെ കട്ട തന്നെയാണ് നാറികള്. ആണോ? ഞങ്ങളെ ഉപദ്രവിക്കാതെന്ന് പറ.
ഒന്നും തന്നില്ലാലും കുഴപ്പമില്ല. ആ റേഷൻ കടയിൽ അരിക്ക് നമ്മൾ ചെന്നേറ്റും 2 കിലോ അരി കുഞ്ഞേടാ അത് കിട്ടിയിട്ടാണ് തിളപ്പിച്ച് മനുഷ്യൻ കുടിക്കണം. ഇപ്പൊ കടപ്പുറ വേണമെങ്കിൽ പൂട്ടി, കടപ്പുറ വേണമെങ്കിൽ പൂട്ടി. പിന്നെ നമുക്ക് എവിടുന്ന് കിട്ടിയിട്ട് നമ്മൾ ജീവിക്കാനാ? കിഴക്കുവശത്തിരിക്കുന്ന സാറന്മാരും മന്ത്രിമാരും ഒന്നും തരികയല്ല നമുക്ക്. നമ്മുടെ അവര് തിന്നണത് ഞങ്ങൾ ഈ മത്സ്യത്തൊഴിലാളി കഷ്ടപ്പെടുന്ന കാശാണ് അവര് മുന്തണത്. ഞങ്ങളെ ഇടിച്ചാലും ചെല്ലുന്നു പറയണ പാട്ടി ഞാൻ പറയും, എവിടെയും പറയും, കയറിപ്പറയും കാര്യം. ഞങ്ങളെ കൊണ്ട് മനുഷ്യ വീട്ടിൽ പോയി ഞങ്ങളിരിക്കുന്ന മാർക്കറ്റ് അടക്കാൻ പോണെന്ന് പറഞ്ഞ് അടക്കാൻ വരട്ട് ഞങ്ങളുടെ പിള്ളേരി അറുത്താൽ പോകുകയല്ലോ. പിള്ളേരി അറുത്ത എൻ്റെ മകൻ ചെന്ന് കാര്യങ്ങളൊക്കെ പറ, എൻ്റെ പൊന്നു മകൻ ചെന്ന് കാര്യങ്ങളൊക്കെ പറ. ഈ ഒരു കിഴവി പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത് മുഴുവനും ഇതിനകത്ത് കാണും. അതെന്റെ മക്കൾ ചെന്ന് പറ. ലോകം മുഴുവനും കാണും. ആ അതെ, അതാണ് പറയുന്നത്. മക്കളെ ഞങ്ങൾ വേലയെടുത്തിട്ട് ഞങ്ങൾക്ക് വേലയെടുത്ത് തിന്നാൻ 10 രൂപ കിട്ടാൻ നിവർത്തിയില്ല. സത്യം പറയാൻ ഈ കഷ്ടപ്പാടിൻ്റെ പാടുപെട്ട് ഞങ്ങൾ ബ്ലേഡിനൊക്കെ മേടിച്ച് കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ 10 രൂപ കിട്ടുന്നില്ല. ഞങ്ങൾ ആജാദിലെ കഷ്ടപ്പാട് കൂടിയാണ് കിടന്നുണ്ട്, അറിയാവോ? പിണറായി വിജയനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയി നിർത്തി തരാം. എന്താ പറയാനുള്ളത്? എന്ത് പറയാനാ? ഇങ്ങോട്ട് കൊണ്ടുപോയി ഞങ്ങൾ പറയാം. ഞാൻ പറയും ഏത് മന്ത്രി കടിക്കാനും കാര്യം ഞാൻ പറയും. മന്ത്രിമാര് വല്ലതും തിന്നുമ്പോ ഞങ്ങളെ ഒന്ന് ഗവനീര് വല്ല മത്തം കപ്പെങ്കിലും മേടിക്കാൻ 2 രൂപ അതുമില്ല. പിന്നെ ഞങ്ങളെന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ പൊന്നുമകളെ, നിങ്ങൾ നല്ല ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ വരെ മത്തം കപ്പെങ്കിലും മേടിച്ച് പുഴുങ്ങി തിന്നിട്ടൊന്നും ഒന്ന് കണക്കാക്കാൻ പാടില്ല. കണക്കാക്കാൻ പാടില്ല പൊന്നുമകള്. ഞങ്ങൾ ഈ ജോലി എടുക്കണ നിങ്ങളിൽ ബെറ്ററായ സാധനം തിന്നും, നിങ്ങളിൽ ബെറ്ററായ സാധനം ഞങ്ങൾ ഈ ജോലി ചെയ്താൽ തിന്നും. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ 16 വർഷം പണിയുമില്ല, ജോലിയുമില്ല. ഞങ്ങൾ കഷ്ടപ്പാടിൻ്റെ മുദ്ര കെട്ടിയ നമ്മളാണ് രാജാക്കന്മാർ, അവര് നമ്മുടെ പ്രജകൾ മാത്രമാണ് ഈ മന്ത്രിമാരൊക്കെ. നമ്മൾ വയലെടുക്കുന്ന വെച്ചിട്ടല്ലേ അവർക്ക് കൊടുക്കുന്നത്. ആണ്. അപ്പൊ നമ്മള് തന്നെ അവരൊന്ന് ചിന്തിക്കണ്ടേ? ഈ ഷാപ്പ് തുറന്നും കൊണ്ടോ വലിയ കുപ്പിക്ക് കാശ് കൊണ്ടേ കൊടുക്കുകയാണ്. വീട്ടിൽ കഞ്ഞി വെച്ചില്ലെങ്കിലും കൊച്ചൊക്കെ പട്ടണി എടുത്താലും കുഴപ്പമില്ല, വലിയ കുപ്പിക്ക് കൊണ്ടേ കൊടുക്കുകയാണ്. ആട്ട് അതും 4 പേര് കൂടെ ഇരുന്ന് ഒഴിച്ച് അത് അടിച്ച് തീരുമ്പോൾ കാര്യം തീർന്നു. പിന്നെ 550 രൂപ പിന്നെ ഉണ്ടാക്കി എടുക്കണം. ആ ഒരു കുപ്പി തീരുമ്പോൾ ലഹരി കയറിയ പിന്നെ ഒരു കുപ്പി എങ്ങനെയെങ്കിലും മേടിക്കണം. എന്നിട്ട് പെണ്ണുങ്ങളെ 2 ഇടിച്ച് പെണ്ണുങ്ങളെ 2 തൊഴിച്ച് അത് വേണ്ട. അതൊന്ന് നിർത്തലാക്കാൻ പറ. എന്റെ പൊന്നുമാന് അമ്മ ഭക്ഷണം കഴിക്കാം. അമ്മക്ക് എന്താ മക്കൾക്ക് ചായ വേണം? ഇല്ല വേണ്ട വേണ്ട, ഞങ്ങൾ കുടിച്ചു. അമ്മക്ക് എന്താ വേണ്ടത്? ഞാനിപ്പോ അമ്മക്ക് എന്താ വേണ്ടത്? അമ്മക്ക് പൊറോട്ട കൊടുക്ക്. എന്റെ മകളെ ഞാൻ എനിക്ക് പൊറോട്ട വേണ്ട, 1 കഷ്ണം പുട്ട് തന്നാ മതി മോനെ. എന്തേലാണ് മക്കളെ ഞങ്ങളൊക്കെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഈ ജോലി കൊണ്ടാണ് ഞങ്ങളൊക്കെ ജീവിക്കണം, അറിയാവോ? ഗുളികയൊക്കെ മേടിച്ച് കഴിച്ച് തിന്നും നടക്കണത് എന്താണ്? അപ്പം ചോദിക്കും മക്കളില്ല. എനിക്ക് 7 മക്കളുണ്ട്, എനിക്ക് മക്കളില്ലാതെ ഇല്ല, മാതാവിൻ്റെ അനുഗ്രഹമുണ്ട്. എൻ്റെ മകളെപ്പോലെ 4 പെൺമക്കളുണ്ട് എനിക്ക്. 4 പെൺമക്കളുണ്ട്, 3 ആൺമക്കളുണ്ട് എനിക്ക്. അവർ പറയും വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ ഞാൻ രോഗിയായി പോയാൽ അവരെന്ത് ചെയ്യും? പിന്നെ വലിച്ചെറിയല്ലേ. അപ്പം അത് വേണ്ട, ഇങ്ങനെ നടക്കും. അവർക്ക് മക്കൾക്കും കൊടുക്കും, ഞാൻ നടക്കുകയും ചെയ്യും. അമ്മയ്ക്കുള്ള പുട്ട് തന്നെ അമ്മ കഴിച്ചോ? എന്റെ മക്കളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങളുടെ തീരദേശത്തെ കുറിച്ച് കടലോരവാസികളാണ് ഞങ്ങൾ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ. അവര് പ്രായമായവരുടെ എല്ലാവരുടെയും ഒരു വികാരങ്ങൾ കണ്ടില്ലേ? അതെന്താണെന്ന് അറിയാമോ? ജനത്തിനോട് ഇന്ന് തീരദേശ ജനത്തിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണന, അതാണ് ജനം ഇത്രയും വികാരം ഭരിതരാകുന്നത്. ഈ കടലെന്ന് പറയുന്ന ഒരിക്കലും കടൽ സ്വയമേ കയറി ഒരു വീട് നശിപ്പിക്കത്തില്ല. കടലിനെ കൊണ്ട് കരയടിപ്പിക്കുകയാണ്. അതായത് കടല് ഒരു പ്രകൃതിയുടെ ഏറ്റവും വലിയൊരു ഭാഗമാണല്ലോ. അപ്പം ആ കടലിനെ മനസ്സിലാക്കാതെ തോട്ടപ്പള്ളി പോലുള്ള കരിമണൽ കേന്ദ്രങ്ങളിൽ നിന്ന് മണൽ ഡ്രഡ്ജ് ചെയ്ത് ആ കവടം കുഴിയാക്കി മണ്ണ് ധാരാളം ലോഡ് മണ്ണിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. ഇതൊന്നും ആൾക്കാർ അറിയുന്നില്ലെന്നും അവർക്കാർക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നാണ് ഇന്നത്തെ
നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുടെ വിചാരം. ആൾക്കാർക്ക് ഇതെല്ലാം അറിയാം. നിവർത്തിയോട് കൊണ്ട് പ്രതികരിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഈ മണ്ണ് അവിടെ കുഴിയെടുത്ത് ഇങ്ങനെ മണ്ണ് ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഭാഗങ്ങളിൽ നിന്ന് മണ്ണ് കരയെ കടലെടുക്കും. കടലെടുത്ത് ആ കുഴി നികത്താൻ നോക്കും. പ്രകൃതി ഒരിക്കലും കുഴി ഇട്ടേക്കത്തില്ല, കടലൊരിക്കലും കുഴി ഇട്ടേക്കത്തില്ല. അപ്പം അവിടുന്ന് കുഴിച്ച് മണ്ണെടുക്കുമ്പോഴത്തേന് വടക്ക് ഭാഗത്ത് നിന്ന് മണ്ണ് കൂടുതലായിട്ട് അങ്ങോട്ട് കടലെടുത്ത് ആ കുഴിയെ നികത്തിക്കൊണ്ടിരിക്കും. അവരവിടുന്ന് കുഴിച്ച് മണ്ണെടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ കടൽ ഓട്ടോമാറ്റിക്കലായിട്ട് കടൽ കയറി തീരദേശം മൊത്തം നശിക്കും. അല്ല, തീരദേശം കടൽ കയറി നശിക്കുകയല്ല, കടലിനെ കൊണ്ട് കയറ്റിപ്പിച്ച് നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇപ്പം നമ്മൾ കാണുന്നില്ല, അമ്പലപ്പുഴ, നീർക്കുന്നം, കാക്കാഴം, പുന്നപ്ര ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ കടൽ കയറുന്നത് ഒരു 20 വർഷമായിട്ടാണ് കടൽ കയറ്റം വരുന്നത്. ഏക്കർ കണക്കിന് മണ്ണ് അമ്പലപ്പുഴയും വളഞ്ഞ വഴിയിലും പറവൂരും പുന്നപ്രയും ഒക്കെ കടലോരത്ത് സീവാളിന് പടിഞ്ഞ വർഷം ഉണ്ടായതാണ്. അപ്പം ആ മണ്ണെല്ലാം ഇപ്പം എവിടെ ചെന്ന് കുത്തക മുതലാളിമാരുടെ കൈകളിൽ ചെന്ന്. അപ്പോൾ അവിടുന്ന് കടൽ അവിടുന്ന് കുഴിച്ചെടുത്തതുപോലെ കടൽ ഇവിടുന്ന് മാന്തി ആ കുഴി നികത്തിയത്. അപ്പോൾ അവരാവശ്യം യഥേഷ്ടം എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളിവിടുന്ന് പോകും. കാര്യം അവർ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളെ ഈ തീരദേശത്തെ ഉള്ള ജനത്തിനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. അത് വലിയൊരു കഷ്ടമാണ്. പാവങ്ങളല്ലേ ഒന്നുമില്ല. പ്രത്യേകിച്ച് പുന്നപ്ര എന്ന് പറഞ്ഞ പ്രദേശമാണിത്. പുന്നപ്ര വയലാറിൻ്റെ ഒരു പ്രദേശമാണ്. ഈ പുന്നപ്ര വയലാർ നടന്ന ഈ പ്രദേശത്ത് പോലും ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടുന്ന ഒരു സംരക്ഷണം കിട്ടിയിട്ടില്ല. ഒരു ഫിഷി ഹാർബറോ തങ്ങി നിന്ന് മത്സ്യം പിടിക്കാവുന്ന ഒരു തീരദേശത്തിൻ്റെ കാര്യം പറഞ്ഞ ഒരു സാഹചര്യമില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവ സ്ഥലമാണ്. ഇന്നേ വരെ ഇവിടെ മത്സ്യത്തൊഴിലാളികളാണ് ഇതിൻ്റെ തുടക്കക്കാർ. എന്നാൽ അവിടെ ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് കേന്ദ്രീകരിച്ച് നിന്ന് പണിയെടുക്കാൻ പറ്റുന്ന ഒരു ഹാർബറോ അല്ലെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങളോ ഒന്നുമില്ല. ഞങ്ങളുടെ നേരെ കിഴക്കുവശമാണ്. ഒരു 1 കിലോമീറ്റർ പോലും അകലമില്ല മുഖ്യമന്ത്രിയുടെ വീട്, VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ജന്മദേശമാണ്. ഈ പ്രദേശത്ത് മത്സ്യത്തൊഴിലാളികൾ ഇത്ര അപകടം കാണിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ആര് വന്നാൽ അതിനൊരു മാറ്റം ഉണ്ടാവും അത് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ജനസമൂഹം. ചേട്ടൻ മനസ്സിലാക്കിയെടുത്തോളം ഇനി ആര് വന്നാൽ ഞാൻ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഇവിടെയുള്ള ജനം. മത്സ്യത്തൊഴിലാളികളാണെങ്കിൽ കൂടി ആരും കാര്യം അറിയാൻ വയ്യാത്തവരൊന്നുമല്ല. എല്ലാവർക്കും കാര്യപ്രാപ്തിയുള്ളവർ തന്നെയാണ്. ഇവിടം ഒരു ഹാർബർ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് ഈ വള്ളവും വരയുമായിട്ടൊന്നും തോട്ടപ്പള്ളിയിലോ അല്ലെങ്കിൽ കായംകുളത്തോ കൊല്ലത്തോ തിരുവനന്തപുരത്തോ വിഴിഞ്ഞത്തോ കൊച്ചിയിലോ ഒന്നും പോകണ്ട. ഈ പ്രദേശത്ത് തന്നെ ഇവിടെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും അത്യന്താപേക്ഷിതം അതാണല്ലോ. അതായത് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് തങ്ങി നിന്ന് അവൻ്റെ തൊഴിലുപകരണങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ജോലിക്ക് പോവുക. അതാണ് അവൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്നും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. അധ്വാനിച്ച് ജീവിക്കാൻ താല്പര്യരാണ് എല്ലാവരും. അതാണ് നമുക്ക് പറയാനുള്ളത്.